ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ വർഷേനെയും ശ്രീകാന്തിനെയും തന്നെയാണ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. രേവതി അമ്പലത്തിൽ നിന്നും വീട്ടിലേക്ക് പോയി. വർഷയോടും ശ്രീകാന്തിനോടും പുറകെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതി പോയത്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് എങ്കിൽ പിന്നെ വീട്ടിലേക്ക് ചെല്ലാം, അച്ഛനോട് മാപ്പ് പറയാന്നൊക്കെ ഓർത്തിരുന്നപ്പോഴത്തേക്കുമാണ് വർഷ പറഞ്ഞത്, വേണ്ട, അത് ശരിയാവില്ല. അങ്ങനെ എങ്ങാനും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അവിടെ വരും, എന്നെ കൂട്ടിക്കൊണ്ട് പോകും, പിന്നെ നമ്മളെ ഒന്നിപ്പിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 2-3 ദിവസത്തേക്ക് എവിടെയെങ്കിലും മാറി നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകാന്ത് ആദ്യം ഒന്നും സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ചുറ്റിനും കൂടി നിന്നിരുന്ന കൂട്ടുകാരൊക്കെ പറഞ്ഞു, അല്ലെങ്കിലും വർഷ പറയുന്നത് തന്നെയാണ് ശരി, ഞാൻ നിനക്ക് എൻ്റെ വണ്ടി തരാടാ, തൽക്കാലം നീ ഈ വണ്ടി കൊണ്ടുവെക്കോ, എന്നിട്ട് കുറച്ച് ദിവസം എവിടെയെങ്കിലും മാറി നിൽക്കാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് നമ്മുടെ ശ്രീകാന്ത് മാറി നിൽക്കുവാനുള്ള ആ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ വണ്ടിക്കകത്ത് കയറി ഇവരങ്ങ് പോയി. നമ്മുടെ രേവതി ആണെങ്കിൽ വീട്ടിലേക്കും പോയി. അപ്പോഴാണ് നമ്മുടെ മറ്റേ പുള്ളിക്കാരൻ വന്നത്, റോഷൻ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ വന്നു. കാറിനകത്ത് നോക്കിയപ്പോഴത്തേക്കും വർഷേനെ കണ്ടില്ല. അപ്പൊ ഏതായാലും കല്യാണം നടന്നല്ലോ. അപ്പൊ കല്യാണം നടന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയേക്കുമായിരിക്കും, കല്യാണം നടക്കാൻ പോകുവാണല്ലോ, അപ്പൊ അങ്ങോട്ടേക്ക് പോയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. വർഷേനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി ചെല്ലുന്നു. അമ്പലത്തിൽ ചെന്നപ്പോൾ ആളുമില്ല, പേരുമില്ല, ബഹളവും ഇല്ല, ഒന്നുമില്ല, കല്യാണത്തിന്റെ ഒരു ഇതുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ റോഷൻ എന്തോ ചെറിയ ഇത് മനസ്സിലായി. അപ്പൊ അവിടെ നിന്ന് ഒരാളോട് ചോദിച്ചു, അല്ല ഇവിടെ ഒരു വിവാഹം ഉണ്ടായിരുന്നല്ലോ, ആ വിവാഹം കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പം അതെപ്പോഴേ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അവര് പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ റോഷന്, ഷോ ഇതെന്തിയ, വർഷ എവിടെ പോയി, അവളെന്നെ ചീറ്റ് ചെയ്യായിരുന്നോ, ഷോ വർഷേനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ റോഷൻ നേരെ കയറി വർഷയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അച്ഛനും അമ്മയും ഞെട്ടിപ്പോയി, കൂടെ വർഷയില്ല. അപ്പൊ റോഷൻ ചെന്ന ഉടനെ തന്നെ അല്ല റോഷ എന്തിയ, വർഷ എന്തിയെന്ന് ചോദിച്ചു. അല്ല വർഷ ഇതുവരെ വന്നില്ലേന്ന് ചോദിച്ചു. ഇല്ല, അവൾ ഇങ്ങോട്ടേക്ക് വന്നില്ല. അപ്പം നിന്റെ കൂടെയല്ലേ അവളെ വിട്ടത്, നിന്നെ വിശ്വസിച്ചിട്ടല്ലേ അവളെ വിട്ടതെന്ന് പറഞ്ഞപ്പം എന്നെ വിശ്വസിച്ചിട്ട് വിട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ മോള് എവിടെയോ പോയി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എവിടെയോ പോയെന്നോ, എന്താ റോഷ നീ പറയുന്നത്, അല്ലെങ്കിലും അവള് വീട്ടിൽ നിന്ന് പുറത്തിറക്കാതിരിക്കുകയായിരുന്നു, അപ്പോഴത്തേക്കും ആ റോഷൻ വന്നത്. അപ്പൊ പിന്നെ നിന്റെ കൂടെ വിടാലോ എന്നോർത്തൊരു സമാധാനത്തിനാണ് ഞാൻ വിട്ടതെന്ന് പറഞ്ഞപ്പം, ഓഹോ അപ്പം മകളെ വീട്ടിനകത്ത് പൂട്ടിയിട്ടേക്കായിരുന്നല്ലേ, അപ്പൊ ഇതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടല്ലോ, എന്താ നിങ്ങളെന്നെ കുരങ്ങ് കളിപ്പിക്കുകയാണോ? അതെ, ഞാന് ചെറിയ തമാശ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കാനൊന്നും നോക്കണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അവള് വേറെ ഏതോ ഒരുത്തന്റെ കൂടെ ഓടിപ്പോയിട്ടുള്ളതാ, എനിക്ക് മനസ്സിലായി. അതിനുവേണ്ടി അവള് വെറും തുറുപ്പ് ചീട്ടാക്കി എന്നെ അവളുടെ കൂടെ കൊണ്ടുപോയിട്ട് ഗിഫ്റ്റ് മേടിക്കാനാന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞയച്ചു. എന്നിട്ട് അവൾ വേറൊരുത്തന്റെ കൂടെ ഓടിപ്പോയി. ഇതല്ലേ സംഭവിച്ചത്, ഇത് തന്നെയാ സംഭവിച്ചത്. ഞാൻ ആരാണെന്നേ നിങ്ങൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. സ്വന്തം മോളെ നിലയ്ക്ക് നിർത്താൻ പറ്റത്തില്ലായിരുന്നുവെങ്കിൽ, സ്വന്തം മോൾക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ ഈ വിവാഹം ഉറപ്പിക്കുകയും വിവാഹ കാർഡ് അടിക്കുകയൊക്കെ ചെയ്തത്? ഞാൻ ഒരിക്കലും ഇത് വെറുതെ വിടില്ല. അവളെ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ വെട്ടിക്കീറി ഞാൻ ആരാണെന്നേ എല്ലാത്തിനും കാണിച്ചു തരാം. അതെ, ഞാനേ വെറുതെ വിടുന്ന് ഓർക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പിച്ചും പേയും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ റോഷൻ അങ്ങ് പോകുകയാണ് കേട്ടോ. കലി വന്നിട്ടാണ് പോകുന്നത്. റോഷന്റെ ആ ഒരു മുഖമൊന്നും അല്ല കേട്ടോ, ആ ഒരു കോമാളിത്തരം കാണിക്കുന്ന മുഖമൊന്നും അല്ല അപ്പൊ കാണുന്നത്. കലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് റോഷൻ തനി പുലിയായെന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് ദേഷ്യമുണ്ട് നമ്മുടെ റോഷന്. ഏതായാലും ഈ സമയം നമ്മുടെ വർഷയുടെ അമ്മയും അച്ഛനും അക്കിടി പറ്റിയെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ വർഷയുടെ അച്ഛൻ പറഞ്ഞു, അവള് നമ്മളെ ചതിച്ചു, ഇനി എന്താ ചെയ്യുക? അല്ല മധുവേട്ട, ഇനി എന്താ ചെയ്യുക? ഞാനും അതാ ചോദിക്കുന്നത്, വിവാഹം മുടങ്ങൂല്ലോ, ഇതിപ്പോ ആകപ്പാടെ നാണക്കേടാവൂലോ. ഇതാ ശ്രീകാന്തിന്റെ കൂടെ തന്നെ അവള് പോയിട്ടുള്ളത്, അത് ഉറപ്പാ. അന്ന് മിക്കവാറും ഇവിടെ വന്ന ആ പെണ്ണ് പ്ലാൻ ചെയ്ത് വന്നതാ, അത് മിക്കവാറും ഇവരുടെ പ്ലാനിലുള്ളതായിരിക്കും, അല്ലാതെ അവിടെ നടന്നത് ആ ഒരു വിവാഹമൊന്നും അല്ലായിരിക്കും. ഇവള് വെളിയിൽ ഇറങ്ങാൻ വേണ്ടി നമ്മളെടുത്ത് കാണിച്ച വെറും അടവാ. മധുവേട്ടാ ബാ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും നമ്മുടെ വർഷയുടെ അച്ഛൻ പറഞ്ഞു, വേറെ എന്ത് ചെയ്യാനാ, വേറെ ഒന്നും ചെയ്യാനില്ല, ബാ നമുക്ക് രവീന്ദ്രന്റെ വീട്ടിൽ പോകാം, അവന്റെ വീട്ടിൽ പോയാൽ അറിയാം അവൾ എവിടെയാണെന്ന്, അവൾ എവിടെയാണെങ്കിലും അവളെ ഞാൻ ഈ വീട്ടിനകത്ത് കൊണ്ടുവന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത് കേട്ടോ. ഇതേ സമയം നമ്മുടെ രവീന്ദ്രന് വീട്ടിലുണ്ട്, ചന്ദ്ര വീട്ടിലുണ്ട്, അതുപോലെ തന്നെ ശ്രുതിയും ഒക്കെ വീട്ടിലുണ്ട്. ഈ സമയത്താണ് കാർ അങ്ങോട്ട് ചെന്ന് നിൽക്കുന്ന ഇവരുടെ വീട്ടിന്റെ ഫ്രണ്ടില്. കയറി ചെന്ന ഉടനെ എടാ രവീന്ദ്ര എന്ന് വിളിച്ചുകൊണ്ടാട്ടോ ചെല്ലുന്നത്.
അപ്പൊ പെട്ടെന്ന് തന്നെ രവീന്ദ്രന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അച്ഛനും അമ്മയും കൂടെ വന്ന് നിൽക്കുകയാണ്. എടാ ഇറക്കി വിടടാ എന്റെ മോളെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര ഇറങ്ങി വന്നു കേട്ടോ, ശ്രുതിയും ഒക്കെ ഇറങ്ങി വന്നു. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്താ താൻ ഈ പറയുന്നത്? തന്റെ മോളെ ഞാൻ ഈ പെരക്കകത്ത് പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല, താൻ എന്താ തന്റെ സമനില തെറ്റിയെന്ന് ചോദിച്ചപ്പം എന്റെ സമനില തെറ്റി നിൽക്കുക തന്നെയാ. അതെ, നിന്റെ മകൻ എന്റെ മകളെ കൊണ്ടുപോയി. അതെ, ഇവിടെ ഉണ്ടെന്നും എനിക്കറിയാം, വിടറാ, അവളെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറഞ്ഞപ്പം എന്റെ പൊന്ന് മധുസൂദന, ഇവിടെ ആരും വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ആരും വന്നിട്ടില്ലെന്നൊന്നും എന്നോട് നുണ പറയേണ്ട കാര്യമില്ല. അവൻ തന്നെയാ കൊണ്ടുവെക്കുന്ന എന്റെ മകളെ. അതും അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ കയ്യിൽ നിന്നാ അവളെ തട്ടിയെടുത്തോണ്ട് പോയത്. ഇല്ല, ഇത് ഒരിക്കലും ഈ മധുസൂദനൻ ക്ഷമിക്കുന്നു തോന്നുന്നില്ല എന്ന് പറയുമ്പോ എന്റെ പൊന്നു മധുസൂദന, ഇവിടെ ആരുമില്ല, ഞാൻ പറഞ്ഞല്ലോ വീടിനകത്ത് വേണേ കയറി നോക്കാൻ പറഞ്ഞു. അപ്പൊ എവിടെയാ ഒളിപ്പിച്ചേ? എന്റെ മകളെ എവിടെയാ ഒളിപ്പിച്ചതെന്നാ പറയാൻ പറഞ്ഞു. അപ്പോഴാണ് വർഷയുടെ അമ്മ പറഞ്ഞത്, ഇവരോട് ഇങ്ങനെയൊന്നും ചോദിച്ചാൽ പോരാ, ഇവര് വെറും മിഡിൽ ക്ലാസ് ഫാമിലിയാ, ഇവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല മധുവേട്ടാ, ഇവരോട് ചോദിക്കേണ്ട രീതിയിൽ തന്നെ ചോദിക്കണം. അതെ, നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്റെയും എന്റെ ഭർത്താവിന്റെയും പണം കണ്ട് എന്റെ മോളെ തട്ടിയെടുത്താല് നിങ്ങൾക്ക് വലിയ പണക്കാരാകാന്ന ഒരു വിചാരം ഉണ്ടായിരിക്കും. അതെ, ഇവിടെ നടക്കത്തില്ല. എന്റെ മോളെ മര്യാദയ്ക്ക് ഇറക്കി വിട്ടോ. അവളെ ഒരു വലിയ കോടീശ്വരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി പോവുക. അവിടെ നിന്ന് അവളെ തട്ടിക്കൊണ്ട് പോയവനെ ഉണ്ടല്ലോ വെട്ടി കീറും ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങോട്ട് ചെന്നിട്ട്, അതെ, നിങ്ങൾ എന്താ കിടന്ന് ചിലക്കുന്നതെന്ന് ചോദിച്ചു. ഇതെവിടെയാ സ്ഥലം എന്നറിയാമോ? ഇത് എന്റെ വീടാ, എന്റെ ഭർത്താവിന്റെ വീട്, എന്റെ വീട്, ഇവിടെ എന്റെ മക്കളും ഉണ്ട്. നിങ്ങൾ ഇവിടെ കിടന്ന് കൂടുതൽ പ്രസംഗിക്കണ്ട. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ മോള് ആരുടെയെങ്കിലും കൂടെ ചാടിപ്പോയതിന് എന്റെ ശ്രീകാന്ത് എന്ത് ചെയ്തെന്നാ പറയുന്നതെന്ന് ചോദിച്ചു. അതെ, നിങ്ങളുടെ ശ്രീകാന്ത് എന്ത് ചെയ്തെന്നാ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്റെ മോളുമായിട്ട് അവൻ പല സ്ഥലത്ത് ചുറ്റിക്കറങ്ങി. അവര് രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. അല്ല, ഇയാൾ ഇതൊന്നും വന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പോഴാണ് ചന്ദ്ര കാര്യം അറിയുന്നത്. ശ്രുതിയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ശ്രുതി പറഞ്ഞു, എന്താ അച്ഛ ഈ പറയുന്നത്? എന്താ ശ്രീകാന്തും ഇവരുടെ മോളും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. ദേ ചന്ദ്രേ, ഇവര് വെറുതെ പറയുന്നതാ. ഞാൻ എന്റെ മോനോട് ചോദിച്ചതാ. അവര് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രം, അല്ലാതെ ഒരിക്കലും തന്റെ മകളെ എന്റെ മകൻ വിവാഹം കഴിക്കുമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം ദേ താൻ വീണ്ടും ഇങ്ങനെ ഓരോന്ന് കിടന്ന് തർക്കിക്കാതെ എന്റെ മകളെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചതെന്ന് വെച്ചാല് ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ അറിയുകയും ചെയ്യും. ഇതല്ലായിരിക്കും ഈ മധുസൂദനൻ വേറൊരു മുഖമുണ്ട്. ഇത്രയും നാളും താന്ന ഈ മധുസൂദനൻ നിന്റെ മുമ്പിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇനി സംസാരിക്കാൻ പോകുന്നത്. കുടുംബം അടക്കം ഞാൻ ചുട്ടരിക്കുന്നു പറഞ്ഞു. ഇത് കേട്ട ഉടനെ ശ്രുതി കയറി വന്നിട്ട്, അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? അല്ല, എന്റെ ആന്റീനെയും അങ്കിളിനെ നിങ്ങൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരു വീട്ടിൽ വന്ന് ഏതും വിളിച്ചു പറയാന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അതിവിടെ നടക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷയുടെ അമ്മ വീണ്ടും ശ്രുതിയുടെ മെക്കിട്ട് കയറാൻ ചെന്നത്. ദേ, നിനക്കൊന്നും സ്റ്റാൻഡേർഡ് ഇല്ലേ? മിഡിൽ ക്ലാസ്സുകാരിയായ നിനക്കൊക്കെ എന്ത് സ്റ്റാൻഡേർഡാ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് വർഷയുടെ അമ്മ വീണ്ടും തുടങ്ങിയപ്പോഴത്തേക്കും, മിഡിൽ ക്ലാസ്സോ? ഈ നിൽക്കുന്ന എന്റെ ശ്രുതിമോള്, അതെ, നിങ്ങളെക്കാളും 100 ഇരട്ടി പണം കൂടുതലുള്ള വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും വന്നതാ. ഇവളുടെ വീട് എവിടെയാണെന്നറിയുമോ? മലേഷ്യയിൽ ബിസിനസ്സാ ഇവളുടെ അച്ഛന്. അവളെയാണോ നീ കയറി ഭരിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രവീന്ദ്രൻ അവിടെ നിൽക്കുന്നു. മധുസൂദൻ എന്താ ചെയ്തത്? രവീന്ദ്രന്റെ കോളറിന് അങ്ങ് കയറി പിടിച്ചു കേട്ടോ. കോളറിന് കയറി പിടിച്ചിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് എന്റെ മോളെ എനിക്കിപ്പം വേണം. എവിടെയാന്ന് വെച്ചാൽ 5 മിനിറ്റിനകം മകനോട് വിളിച്ചു പറഞ്ഞിട്ട് കൊണ്ടുതരാൻ പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ മകനെ ഞാൻ വിളിക്കാം. എന്റെ മകനെ ഞാൻ വിളിച്ചാൽ അവൻ എടുക്കും. അവൻ റെസ്റ്റോറന്റിലുണ്ടെന്ന് പറഞ്ഞ് രവീന്ദ്രൻ വിളിക്കുവാണ്. രവീന്ദ്രൻ വിളിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവം നടക്കുന്നത്? നമ്മുടെ വർഷയും ശ്രീകാന്തും സ്ഥലം വിടാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ കാറിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. രവീന്ദ്രന്റെ കോള് വന്നിട്ട് ചാടി എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, വേണ്ട ശ്രീകാന്തെ, എടുക്കരുത്, കോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണൊക്കെ വഴി നമ്മളെ കണ്ടുപിടിക്കാൻ ഇപ്പൊ എളുപ്പമാണ്, അങ്ങോട്ട് കോൾ എടുക്കരുതെന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിനെ കൊണ്ട് കോൾ എടുപ്പിക്കാതിരിക്കുകയാണ്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, എന്താ വർഷ, അച്ഛന് എന്നെ കാണാതെ വിളിക്കുന്നതല്ലായിരിക്കുമോ? അപ്പൊ പിന്നെ കോൾ എടുക്കാതിരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? വേണ്ട, കോൾ എടുക്കണ്ട പ്ലീസ്. അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയൊക്കെ അറിയും. മിക്കവാറും ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും നിന്റെ വീട്ടിൽ ചെന്ന് കാണും. അവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അത് തന്നെ ആയിരിക്കും ഇപ്പൊ നിന്നെ വിളിക്കുന്നത്. നമ്മൾ തിരിച്ച് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാ നമ്മളെ രണ്ടാക്കും. അതുകൊണ്ട് പ്ലീസ് ശ്രീകാന്തെ, കോൾ എടുക്കണ്ട. 2-3 ദിവസം കഴിയുമ്പം ഇതെല്ലാം ആറി തണുക്കും, എന്നിട്ട് മതിയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വർഷ തന്നെ ശ്രീകാന്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രവീന്ദ്രന് എന്തൊക്കെയോ മനസ്സിലായിട്ടോ. രവീന്ദ്രൻ നോക്കിയപ്പോഴത്തേക്കും കോള് കട്ടാക്കിയല്ലോ.
അപ്പൊ എന്തോ ഉണ്ടെന്ന് രവീന്ദ്രനെ ഒന്ന് പിടികിട്ടി. അവിടെ നമ്മുടെ രവീന്ദ്രനൊന്ന് പതറിപ്പോവുകയാണ്. അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ ചോദിച്ചു, എന്താ തന്റെ മകൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലേ? എന്താണോ തന്റെ മകൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അതാ ഞാൻ പറഞ്ഞത്, എന്റെ മകളെയും കൊണ്ട് അവൻ പോയിരിക്കുന്നത്. അവനെ ഞാൻ വെട്ടിക്കീറും, അവന്റെ അന്ത്യമാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ പെട്ടെന്ന് ചന്ദ്ര വന്നിട്ട് പറഞ്ഞു, ഇവിടെ കിടന്ന് നിങ്ങൾ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പം, പോലീസിനെ നിങ്ങൾ വിളിക്കണ്ട, ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു സമയം കൊണ്ട് പോലീസ് നമ്മുടെ രവീന്ദ്രന്റെ വീട്ടിലെത്തുകയാണ് കേട്ടോ. അങ്ങനെ പോലീസ് കയറി വരുന്നു. പോലീസ് കയറി വന്നത് രവീന്ദ്രനൊക്കെ ഒന്ന് ഞെട്ടിപ്പോയി. രവീന്ദ്രനോട് പറഞ്ഞു, അതെ, പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വരെ ഒന്ന് വരണം, ഒരു അറസ്റ്റ് രേഖപ്പെടുത്താനാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതെ സാറേ, എനിക്ക് നിയമം കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് പറയാ, ഞാനും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇരുന്നിട്ടുള്ള ഒരാളാ. അപ്പൊ ഈ നിയമവശങ്ങളൊക്കെ എനിക്കറിയാം. എന്തിനാ എന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്? അതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ തെളിവ് വേറെ ഒന്നുമല്ല, തന്നോട് ഞാൻ പറഞ്ഞല്ലോ തന്നോട് വരാൻ പറഞ്ഞാൽ താൻ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു, വരാം സാറേ, പക്ഷേ കാര്യം പറ, എന്നോട് കാര്യം പറ. എന്തിന്? ഇയാൾ എന്റെ വീട്ടിൽ വന്ന് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഞാനല്ല സത്യം പറഞ്ഞ പോലീസിനെ വിളിച്ച് പരാതി പറയേണ്ടത്, അല്ലാതെ ഇവരല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മധുസൂദനൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ദേ എന്നെ അറിയാലോ, ഞാൻ ഇതുവരെ പോലീസ് സ്റ്റേഷനിലൊന്നും കയറി ഇറങ്ങിയിട്ടില്ല. ദേ എൻ്റെ മകളെയാ ഇയാളുടെ മകൻ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ പോലീസുകാരൻ പറഞ്ഞു, ഇത് മതി, തൻ്റെ മകനെ കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഒന്ന് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ രവീന്ദ്രനെ പോലീസ് കൊണ്ടുപോവാണ് കേട്ടോ. പോലീസ് രവീന്ദ്രനെ കൊണ്ടുപോകുന്നു. പുറകെ നമ്മുടെ പോലീസിലല്ല, പോലീസ് ജീപ്പിലല്ല രവീന്ദ്രൻ ചെല്ലുന്നത്. രവീന്ദ്രൻ ഓട്ടോ വിളിച്ച് പോലീസുകാരുടെ പുറകെ തന്നെ പോകുകയാണ് കേട്ടോ. കൂടെ നമ്മുടെ ചന്ദ്രയും സുധിയും ശ്രുതിയും ഒക്കെ ഉണ്ട്. ഇവര് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ്. ഇതേ സമയമാണ് രേവതി വീട്ടിലെത്തുന്നത്. രേവതി വീട്ടിൽ വരുമ്പോൾ ആരുമില്ല. അതിനിടയിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനെ വളരെ മാന്യമായ രീതിയിലൊന്നും അല്ല പോലീസുകാർ കൈകാര്യം ചെയ്യുന്നത്. രവീന്ദ്രനോട് ദേഷ്യപ്പെട്ട് അതായത് നമ്മുടെ രവീന്ദ്രനെ ലോക്കപ്പിൽ വരെ പിടിച്ചിടുകയാണ്. രവീന്ദ്രനോട് പറയുകയാണ്, നിന്റെ മകൻ എവിടെയാണോ, നിന്റെ മകൻ എപ്പോൾ വരുന്നോ അപ്പോഴേ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടത്തുള്ളൂ, അല്ലാതെ നിന്നെ ഇറക്കി വിടത്തില്ലെന്ന് പറയുന്നു. അപ്പൊ ചന്ദ്ര കരഞ്ഞ് കാല് പിടിക്കാൻ കേട്ടോ. എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരിക്കലും എന്റെ ഭർത്താവ് ഇങ്ങനെയൊന്നും ചെയ്യില്ല, എന്റെ ഭർത്താവ് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോലും കയറിയിട്ടില്ല, ഒന്ന് വിടെന്നും പറഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. അപ്പം ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഇതൊക്കെ സത്യം പറഞ്ഞാൽ നിയമത്തിനെതിരല്ലേ? നിങ്ങൾക്ക് ഒരു തെളിവും ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞാലെന്നൊന്നും പറഞ്ഞിട്ട് അതൊന്നും കേൾക്കുന്നില്ല പോലീസുകാര്. മധുസൂദനന്റെ വശത്ത് തന്നെ, അതായത് വർഷയുടെ അച്ഛന്റെ അമ്മയുടെ വശത്ത് തന്നെയാണ്. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എവിടെയും പിടിച്ചു നിൽക്കാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ വശത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം മിസ്സിംഗ് കേസ്, തട്ടിക്കൊണ്ട് പോലെ ഇതൊക്കെ ചുമത്തിയിട്ടുണ്ട്. അപ്പൊ ശ്രീകാന്തിനെ കിട്ടിയില്ലെങ്കിൽ അടുത്തത് അച്ഛൻ, വീട്ടുകാര്, അവരാണല്ലോ മുഖ്യ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രവീന്ദ്രനെ ലോക്കപ്പിലിടുന്നു. ചന്ദ്രയാണെ കരച്ചിലോട് കരച്ചില്ല. ചന്ദ്രയ്ക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ചന്ദ്ര വാവിട്ട് കരയുകയാണ് കേട്ടോ. ഇതിനിടയിൽ സച്ചി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്തിറക്കിക്കൊണ്ട് വന്നേനെന്ന് ചന്ദ്രയ്ക്ക് അറിയാം. സച്ചി എവിടെ? അവനെന്താ വരാത്തത്? എടാ സുധി, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ, നീ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയടാന്നൊക്കെ പറയുന്നുണ്ട്. എവിടെന്ന്? സുധിപ്പൊട്ടനെ വല്ലതും അറിയാമോ? കള്ളം പറഞ്ഞ് കുറെ പൈസ പറ്റിച്ച് എവിടെന്നെങ്കിലും മേടിക്കാൻ അറിയാമെന്നല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. ശ്രുതി വാവളന്താൻ നിൽക്കുന്ന പോലെ അവിടെ ശ്രുതി നിൽക്കുകയാണ്. പിന്നെ ശ്രുതിയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ രേവതി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അയലോക്കംകാരൊക്കെ പറയുന്നത്, നിങ്ങൾ അറിഞ്ഞില്ലേ മോളെ, രവീന്ദ്രനെ പോലീസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇത് കേട്ടതേ രേവതിക്ക് കാര്യം പിടികിട്ടി. പിന്നെ രേവതി എന്ത് ചെയ്യാനാണ്? രേവതി നേരെ ഒരു ഓട്ടോ വിളിക്കുകയാണ്. അപ്പോൾ ഓട്ടോ വിളിച്ചു. ഓട്ടോയ്ക്കകത്ത് കയറിയിരുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും സച്ചേട്ടനെ വിവരം അറിയിക്കണം, സച്ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ, എങ്ങനെയെങ്കിലും സച്ചേട്ടനെ അറിയിക്കണം എന്ന ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഓട്ടോയിലിരുന്ന് സച്ചിനെ വിളിക്കുകയാണ്. അപ്പൊ സച്ചിനെ വിളിക്കുന്നു, ടെൻഷൻ അടിച്ചുകൊണ്ട്. സച്ചി കോൾ എടുക്കുന്നു. കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ രേവതിയുടെ ഏങ്ങലും കരച്ചിലും മാത്രമാണ് സച്ചി കേൾക്കുന്നത്. സച്ചി ചോദിക്കും, എന്തു പറ്റി രേവതി, നീ എന്തിനാ കരയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെയാണ് സച്ചി ചോദിക്കുന്നത്. സച്ചിക്ക് പെട്ടെന്ന് ആ ഒരു ഇതാണ് കയറി വന്നത്. അപ്പൊ രേവതി പറഞ്ഞു, ഇല്ലില്ല അമ്മ എന്നെ ഒന്നും ചെയ്തില്ല, അച്ഛനെ എന്നിങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് റേഞ്ച് പോയി കട്ടായിപ്പോയി കോള്. ആകെപ്പാടെ അന്താളിച്ച് നമ്മുടെ സച്ചി നിൽക്കുക. എന്താണ് ഏതാണെന്ന് ഒന്നും അറിയില്ല. കാരണം അച്ഛനേന്ന് പറയുകയും ചെയ്തു. ഇനി എന്തെങ്കിലും അപകടമാണോ, പോലീസ് കൊണ്ടുപോയതാണോ, ഇതൊന്നും അറിയില്ലല്ലോ സച്ചിക്ക്. അങ്ങനെ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷം നയനിയുടെയും ആദർശിന്റെയും വിശേഷമാണ്. അപ്പം നമ്മൾ കറക്റ്റ് 7:15 ആകുമ്പോഴത്തേക്കും നയനിയുടെയും ആദർശിന്റെയും വിശേഷമൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കണേ. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.